നമസ്കാരം. റാഫ്റ്റർ ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർ മയാമി ഇന്ന് വീണ്ടും കളിക്കാൻ ഇറങ്ങുന്നു. MLS സീസണിൽ ആദ്യ മത്സരം ഇന്റർ മയാമി വിജയിച്ചിരുന്നു. രണ്ടാം മത്സരത്തിൽ സമനില പിടിച്ചു. മെസ്സിയുടെ ഗോളിലാണ് ആ സമനില കുറിച്ചത്. ഇപ്പോഴിതാ മൂന്നാം മത്സരം വിജയം തന്നെ ലക്ഷ്യം വെച്ച് ഇന്റർ മയാമി ഇറങ്ങുമ്പോൾ എതിരാളികൾ ഓർലാൻഡോ സിറ്റിയാണ്. ഇന്നെന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 3 മണിക്കാണ് ആ ഒരു മത്സരം കാണാൻ കഴിയുക. ഏതായാലും ഇന്റർ മയാമിയുടെ വിജയം ആരാധകർ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിപ്പാണ്. ഈ ഒരു ഘട്ടത്തിൽ മയാമിയുടെ സൂപ്പർ താരം ലിയോ മെസ്സിയെ കുറിച്ച് അവരുടെ കോച്ച് ടാറ്റ മാർട്ടിനോ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. കഴിഞ്ഞ 2 കളികളിൽ മെസ്സി അങ്ങനെ കളിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ക്ഷീണിതനാണ്. നമുക്കറിയാം, പ്രീ സീസണിൽ പരിക്കും മറ്റു പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായ മെസ്സിയ. പക്ഷേ കഴിഞ്ഞ 2 കളികളിലും അദ്ദേഹം ഏതാണ്ട് പൂർണ്ണ സമയം തന്നെ കളിക്കളത്തിലുണ്ടായിരുന്നു. ടീമിൻ്റെ അവസ്ഥ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഡിഫൻസിലും മധ്യനിരയിലും മുന്നേറ്റത്തിലും ഒക്കെ അദ്ദേഹത്തിന് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വന്നു. ഇങ്ങനെ ഓവർ വർക്ക് എടുക്കേണ്ടി വരുന്നു മെസ്സിക്ക് അനുകൂലമായ ഒരു സാഹചര്യം ടീമിൽ ഉണ്ടാക്കപ്പെടേണ്ടതുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു, കാര്യങ്ങൾ മാറ്റിയെടുക്കും എന്നൊക്കെ ഇപ്പോൾ കോച്ച് ടാറ്റ മാർട്ടിനോ പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകാം. അദ്ദേഹം പറയുന്നു, എന്നെ ഇപ്പം ഏറ്റവും അധികം വറി ചെയ്യിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഓരോ മത്സരം കഴിഞ്ഞിട്ടും റിക്കവർ ആവുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പം ആദ്യത്തെ 2 മത്സരങ്ങൾ മെസ്സിയുടെ കാര്യത്തിൽ വളരെയധികം അത് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. സിഗ്നിഫിക്കൻറ്റ് വെറാൻറ്റിയർ അതിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. കാരണം അദ്ദേഹത്തിന് എല്ലായിടങ്ങളിലും ശ്രദ്ധ പതിപ്പിക്കേണ്ടി വരുന്നു. അതുകൊണ്ട് തന്നെ ടൂ മച്ച് വെറാൻറ്റിയർ സംഭവിച്ചിട്ടുണ്ട് ആദ്യ 2 മത്സരങ്ങളിൽ. അപ്പോൾ ഞാൻ അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുകയാണ്. ടീം വർക്ക് ചെയ്യണം. മെസ്സിക്ക് കാര്യങ്ങൾ അനുകൂലമാക്കുന്ന രൂപത്തിൽ ഡിഫറെൻറ്റ് വേയിൽ ടീം വർക്ക് ചെയ്യേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മാറ്റും എന്ന് തന്നെ ഇപ്പോൾ ടാറ്റ മാർട്ടിനോ ഉറപ്പ് നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ നമുക്കറിയാം, മെസ്സിക്ക് താങ്ങാവുന്നതിലപ്പുറവും ഭാരം അദ്ദേഹത്തിൽ വെച്ച് കൊടുത്താൽ അത് മയാമിക്കും പ്രശ്നമാകും, അർജന്റീനയ്ക്കും പ്രശ്നമാകും. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ടാറ്റ മാർട്ടിനോ കാര്യങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി തീരുമാനിക്കുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹത്തോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം, അടുത്ത കളിക്ക് റൊട്ടേഷൻ ഉണ്ടാകുമോ, ഇപ്പോൾ മെസ്സിക്കോ അല്ലെങ്കിൽ മറ്റു താരങ്ങൾക്കൊക്കെ വിശ്രമം കൊടുക്കുമോ എന്നുള്ള ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഇപ്പം നമ്മൾ ഓരോ കളിയെയും കാണുന്നത് ഏറ്റവും മികച്ച രൂപത്തിൽ അതിനെ നേരിട്ട് വിജയിക്കുക എന്നുള്ളതാണ്. നമ്മൾ ഈ സീസണിൻ്റെ തുടക്കത്തിൽ മാത്രമാണ് ഇപ്പോഴുള്ളത്. 2 ആഴ്ചയ്ക്ക് ശേഷമോ 3 ആഴ്ചയ്ക്ക് ശേഷമോ ആണ് ഈ ഒരു മത്സരം വരുന്നതെങ്കിൽ ഒരു പക്ഷേ നമ്മൾ ആ ഒരു റൊട്ടേഷനിലേക്ക് പോയേക്കാം. പക്ഷെ ഇപ്പോൾ അതിന് സാധ്യമല്ല. മികച്ച പ്രകടനം നടത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അധികം വൈകാതെ കോൺകാഫ് ചാമ്പ്യൻഷിപ്പിലും അവർക്ക് കളിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു ചോദ്യം ഇവിടെ ഉയർന്നു വരുന്നത്. താരങ്ങൾക്ക് കൂടുതലായിട്ട് ജോലി ഭാരം വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുമെന്നുള്ളൊരു ചോദ്യമാണ്. പല താരങ്ങളും അവരുടെ കരിയറിൻ്റെ അവസാനത്തിലാണ്. മെസ്സി ആണെങ്കിലും ബുസ്കറ്റ്സ് ആണെങ്കിലും ആൽബയാണെങ്കിലും സുവാരസ് ആണെങ്കിലും. അതാണ് ഇന്റർ മയാമിയുടെ ഒരു പ്രധാന പ്രശ്നവും. കരിയറിൻ്റെ അവസാന ഘട്ടത്തിലെത്തി നിൽക്കുന്ന താരങ്ങളാണ്. അവർക്ക് വിശ്രമം കൊടുക്കാതെ നിരന്തരം കളിപ്പിച്ചാൽ കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.